ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി എനിക്ക് കുറച്ച് സുഖമില്ലാതിരിക്കുകയാണ്. ഫീവറായിരുന്നു, സ്വൈൻ ഫ്ലൂ ആയിരുന്നു, കുറച്ച് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. ബോഡി പെയിൻ, ത്രോട്ട് പെയിൻ, മുട്ടിൻ്റെ കൈയിൻ്റെ ജോയിൻസൊക്കെ പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഫിംഗേഴ്സിൻ്റെ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം സാനിറ്റൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്രൗഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ കോവിഡ് ഉണ്ടായിരുന്ന സമയത്തെ പോലെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർ അഡ്വൈസ് തന്നിരിക്കുന്നത്. ഒരു 3 ഡേയ്സ് ഫ്ലാറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് തിരിച്ചും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഗ്ലാസ് സ്കിൻ നമ്മൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മളുടെ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് ചുളിവില്ലാത്ത, പാടുകളൊന്നുമില്ലാത്ത, മിനുസമുള്ള, മൃദുത്വമുള്ള, പ്ലംപി ആയിട്ടുള്ള ചുളിവുകളും ഏജിൻ്റെ സൈൻസ് ഒന്നും വീഴാത്ത, മുഖക്കുരുവിൻ്റെ പാടൊന്നും ഇല്ലാത്ത ചർമ്മമാണ് നമ്മളുടെ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്, അല്ലേ? എന്ത് വന്നാലും വിടത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചോടെ വിടില്ല, ഞാനത് നേടിയെടുക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പലതും നേടാം. പിന്നെ എക്സ്ക്യൂസ് മീ, എൻ്റെ സൗണ്ടിനും ബ്രീത്തിങ്സിനും ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരിക്കും, ചെറിയൊരു വീസിങ് പോലെ ഉണ്ട്. ബട്ട് എന്നാലും ഞാൻ എന്ത് വന്നാലും വിടത്തില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ വീഡിയോ എടുക്കും എന്ന് വിചാരിച്ചെടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഡിസ്ചാർജ് ആയതേ ഉള്ളൂ ഇന്ന്. ബട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണം, അങ്ങനെ വിടാൻ പാടില്ല. എനിക്കങ്ങനെ ചുമ്മാതിരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് വന്നാലും വിടത്തില്ല. നമ്മൾക്ക് ഏജ് ആവട്ടെ, അല്ലെങ്കിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, അത് മനസ്സിലാക്കണം കേട്ടോ. സ്കിൻ കെയർ ചെയ്യാത്തവരോ ചെയ്യാൻ പറ്റാത്തവരോ ഒക്കെ കുറേ പേര് പറയുന്നുണ്ടായിരിക്കും സ്കിൻ കെയർ ചെയ്യാൻ, ബട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഗ്ലാസ് സ്കിൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ കിട്ടുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒരു 14 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറയാവുള്ളൂ. ഒറ്റ ഉടനെ പറയരുത്. ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. എല്ലാവരുടെയും സ്വപ്നമായ ഗ്ലാസ് സ്കിൻ നമ്മൾക്കും സ്വന്തമാക്കാം. ഈ ഒരൊറ്റ ഫേസ് പാക്ക് മാത്രം ഉപയോഗിച്ച് നോക്കൂ. നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഗ്ലാസ് സ്കിൻ നേടാം. ഗ്ലാസ് സ്കിൻ ഫേസ് പാക്കിലേക്ക് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ് ആണ്. ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3, മ്യൂസിലേജ് എന്നിവയുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്ത് ഈർപ്പം നിലനിർത്തുകയും നമ്മൾക്ക് ഗ്ലാസ് സ്കിൻ എഫക്റ്റ് തരികയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് റൈസിലുള്ള ആന്റി ഓക്സിഡന്റുകൾ, പ്രകൃതിദത്ത സംയുക്തങ്ങൾ എന്നിവയെ ചർമ്മത്തിന് തിളക്കം നൽകുകയും മൃദുവാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും വളരെ നല്ല ഒന്നാണ് അരി. അതുപോലെ തന്നെയാണ് ലെമണിന്റെ ഒരു ഹാഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഹാഫിൽ അതിൻ്റെയും പകുതിയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ മുഖത്തിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, ചുളിവുകൾ ഒക്കെ മാറ്റുമ്പോഴാണ് നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടുന്നത്. നമ്മൾക്ക് പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 2 ടേബിൾ സ്പൂൺ അരിയും 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും, ഒരു 1/4 ലെമൺ, ഒരു പൊട്ടറ്റോ, ചെറിയൊരു പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/4 അരയോ എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് വേവിക്കുക, അതായത് ഉപ്പുവെള്ളമൊന്നും അല്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളം ഉപയോഗിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഫ്ലാക്സ് സീഡ് ചിലപ്പോൾ ബോട്ടമിൽ ഒട്ടിപ്പിടിക്കാനും അരിയുടെ കൂടെ കിടന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നമ്മൾക്ക് ഫുള്ളായിട്ട് വേകണ്ട, ഇത്രയും മാത്രം വെന്താൽ മതിയാകും. ഇപ്പോഴേക്കും പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ടാകും. ഇത് റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞ് മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡറോ വെച്ച് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത ഈ മിശ്രിതം വീണ്ടും ഒന്നും കൂടെ അരിച്ച് അതിൻ്റെ സ്മൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ പാക്കിലേക്ക് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പിന്നെ നമ്മൾ ഇടുന്നത് സാന്താൻ ഗമ്മും വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടെയുള്ള മിക്സ് ആണ്. സാന്താൻ ഗം ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ് വെജിറ്റബിൾ ഗ്ലിസറിനും സാന്താൻ ഗമ്മും കൂടെ ചേർന്ന് നമ്മുടെ സ്കിന്നിന് സ്മൂത്ത്നെസ് തരികയും സ്കിന്നിലുള്ള പാടുകൾ മാറ്റാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് കാണാൻ പറ്റും, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലെ ജെല്ല് പോലെ വരും. ആന്റി ഏജിങ് സ്കിൻ കെയറിൽ
വെറും ക്രീമിനേക്കാളും നല്ലത് കുറച്ച് ജെല്ലോ അല്ലെ വാട്ടറി ആയിട്ടുള്ളയോ ക്രീമാണ് നമ്മളുടെ സ്കിന്നിലേക്ക് എത്രയും പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നമ്മൾക്കൊരു റിസൾട്ട് തരിക. ഇതിനെ നിങ്ങൾക്കൊരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ദിവസവും ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് 5, 6, 7 ദിവസം നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ കണ്ടീഷനും നിങ്ങൾ സൂക്ഷിക്കുന്ന കണ്ടീഷനും അനുസരിച്ച് അത് പൂപ്പലൊന്നുമില്ലാതെ ഇരിക്കും. മഴയായതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഫേസിലേക്ക് ഒരു തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കൂ. അപ്ലൈ ചെയ്ത് 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിശയിപ്പിക്കും നിങ്ങളുടെ സ്കിന്നിന്റെ മാറ്റം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസം ഇടൂ. 2 ദിവസം ബ്രേക്ക് എടുക്കൂ. വീണ്ടും ഒരു 7 ദിവസം ഇടൂ. ഇങ്ങനെ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സ്കിൻ ഗ്ലാസ് സ്കിൻ പോലെ ആകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനുള്ള ടിപ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ളത് പോലെ തന്നെ നമ്മളെ കൂടെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട്, സൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കും, ഒന്ന് കണ്ണടച്ചേക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ തുടർന്ന് വിടാതെ നിങ്ങൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് തന്നെയാവട്ടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പറ്റാത്തതായിട്ടൊന്നുമില്ല. നിറയെ പേര് പറയത്തില്ലേ അവർക്കൊക്കെ കാശുണ്ട്, നമ്മുടെ ഈ കാശില്ല. അങ്ങനെയല്ല, നമുക്ക് കിട്ടാനുള്ള അല്ലെ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള, നമ്മൾക്ക് പ്രശ്നങ്ങൾ തീർക്കാനുള്ള പൈസ ഈ ലോകത്തിങ്ങനെ വാരി വിതറി കിടക്കുകയാണ്. നമ്മുടെ കയ്യിലല്ല, എവിടെയൊക്കെയോ ആണ്. അത് നമ്മുടെ കയ്യിലോട്ട് എത്തിക്കാനായിട്ട് ഈ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സാധനം വളരെ സത്യമാണ്. അത് എന്താണ്? നമ്മുടെ ബ്രെയിനിൻ്റെ പവറാണ്. അതുപോലെ നമ്മൾക്കും സ്കിന്നിന് നമ്മൾക്ക് വന്നിട്ടുള്ള റിപ്പയറൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് തീർക്കാവുന്നതാണ് എന്നുള്ളത് ഉറപ്പായിട്ടും ആഞ്ഞ് വിശ്വസിച്ചുള്ളൂ നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടേ? സ്കിൻ കെയർ റെഗുലറായിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാനും ശ്രമിക്കുക. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം, ഫേസിൽ ഡസ്റ്റ് പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്കും കൂടെ കുറേ ആവശ്യത്തിനനുസരിച്ച് വിറ്റമിൻ ഡിയും വിറ്റമിൻ സിയും ഒരുപാട് സാധനങ്ങൾ, അതുപോലെ ബി-സിസ്റ്റൽ, ഒമേഗ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം കേട്ടോ. സ്കിന്നിൽ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് സ്കിന്നിന് ബ്രൈറ്റനിങ് കിട്ടണമെന്നില്ല. നമ്മൾ അകത്തോട്ട് വൈറ്റമിൻ സി, അതുപോലെ ഓറഞ്ച്, നമുക്ക് സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന പഴങ്ങൾ, മാർക്കറ്റിൽ കിട്ടുന്ന പഴങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാൽ മതി. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ, ഫിഷ് അതൊക്കെ കഴിക്കുക. പിന്നെ ബാക്കിയുള്ള മീറ്റുകളൊക്കെയും നിങ്ങൾക്ക് കൺസിഡറേറ്റീവ് അളവിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്കിൻ കെയർ ചെയ്യുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്നോടൊന്ന് സംസാരിക്കണം, ഇപ്പോഴാണ് സ്കിൻ കെയർ ചെയ്യാൻ തോന്നുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഫേസ് ഡള്ളായിരുന്നു, ഒരുപാട് സങ്കടമാണ്, എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല, എന്ത് തുടങ്ങണം എന്നറിയത്തില്ല, എങ്ങനെ ഇതിനെ പരിഹരിക്കണം എന്നറിയത്തില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ പരിഹാരം നമ്മുടെ മനസ്സിൽ തന്നെയാണെന്നുള്ളത് ആദ്യം വിശ്വസിക്കുക. വേറെ ഒരാൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ വേറൊരാൾക്ക് കേട്ടിരിക്കാൻ പറ്റും. അതെപ്പോഴാണെന്നറിയാമോ നമ്മൾക്ക് ഉദവി ചെയ്യുന്നതെന്നൊക്കെ, ഉപകാരപ്പെടുന്നത്? നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ മനസ്സിൻ്റെ കൺട്രോളിനെ വിട്ട് ഒരു സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിപ്രഷൻ ടെൻഡൻസിയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ വേറൊരാളിനെ ഉറപ്പായിട്ടും വിളിച്ച് സംസാരിക്കണം. എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത്, സങ്കടം സഹിക്കാൻ വയ്യാത്ത സമയത്ത്, അല്ലെങ്കിൽ ഡിപ്രഷൻ തോന്നുന്ന സമയത്ത്, ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾക്ക് വേറൊരാളെ വിളിച്ച് സംസാരിക്കാം. ആ ആൾ കേൾക്കും. പക്ഷെ ഒരിക്കലും ചിന്തിക്കരുത് അയാൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമെന്ന്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നറിയോ? നമ്മളുടെ ബ്രെയിനിനെയും നമ്മളുടെ മനസ്സിനെയും നമ്മൾ തന്നെ കേൾക്കുകയാണ് ചെയ്യുന്നത്. ആ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ 1, 2 പോയിൻറ്റ്സുകൾ ആ ആളിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു തരുമായിരിക്കും. അത് നമ്മളുടെ ബ്രെയിനിൽ എന്താ പറയണേ, അറിയാതെ കിടക്കുന്ന കുറേ അറിവുകളെ ഉണർത്തിത്തരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം എപ്പോഴും ഉണ്ടാകുമല്ലോ. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്തതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലമും നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം വരാതെയൊക്കെ കിടക്കുന്ന സമയത്ത് കുറേ ഇപ്പോഴൊക്കെ എന്താണെന്നറിയാമോ, വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളുടെ തോട്ട്സും നമ്മൾ കുറേ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ ഫോണിനകത്തൊക്കെ അതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഫോൺ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ കുറേ അങ്ങനത്തെ കുറേ നെഗറ്റീവ്സ്, എനിക്കത് പറയാൻ കൂടി ഇഷ്ടമല്ല. ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ വരും, റെക്കമെൻഡഡ് വീഡിയോസായിട്ട്. അതെന്താണ്, നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയില്ലേ. അതുകൊണ്ട് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സങ്കടം തരാത്ത പാട്ടുകൾ കേൾക്കുക. ഉറങ്ങണം ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടക്കാതിരിക്കുക. ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് അലേർട്ടാകും. ഉറങ്ങണം ഉറങ്ങണം ഉറങ്ങണം, അങ്ങനല്ല. നമ്മൾ കൂളായിട്ട് റിലാക്സ് ആകുക. ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിടക്കുക. ഇതൊരാളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് റൂഫിലേക്ക് നോക്കി കിടക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ഓരോ ബോഡി പാർട്സിനെയും റിലാക്സ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഇപ്പോൾ ഈ ഭാഗം, ഇവിടം റിലാക്സ്, ഹെയറിൻ്റെ താഴെയുള്ള സ്കാൾപ്പ് ഉണ്ടല്ലോ, ആ ഭാഗം റിലാക്സ്. നമ്മളുടെ നെറ്റി റിലാക്സ്, ഐബ്രോസ് റിലാക്സ്, ഐസ് റിലാക്സ്, നോസ് റിലാക്സ്, അല്ലെങ്കിൽ മൗത്ത് റിലാക്സ്, ചിൻ റിലാക്സ്, കാത് ഇയേഴ്സ് റിലാക്സ്, ത്രോട്ട് റിലാക്സ്. അങ്ങനെ ഓരോരോ ബോഡി പാർട്ടും റിലാക്സ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ടോ വരെ എത്തുമ്പോഴേക്കും നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന കുറേ നോട്ട്സുകളുണ്ട് നമ്മുടെ മനസ്സിനകത്തും ബ്രെയിനിനകത്തും, അറിയാതെ തന്നെ അതാണ് നമ്മളെ ഈ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മൾ ഉറങ്ങിയിരിക്കും. ഇത് പ്രാക്ടീസ് ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു റെമഡിയാണ്. ഇത് ആക്ച്വലി പ്രാണായാമത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ലെസൺസിൽ ഒന്നാണ്. ഞാൻ പ്രാണായാമം കോഴ്സ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് ഒരു 5 മിനിറ്റ് വജ്രാസനത്തിൽ ഒന്ന് ഇരിക്കുവാണെന്ന്, അതെനിക്ക് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ വയ്യാത്തതുകൊണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അതെന്താണ് വജ്രാസനം. ഓക്കെ, അങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇതുപോലെ റിലാക്സ് ആ ഒരു സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ നോട്ട്സുകളും നിങ്ങൾക്ക് റിലാക്സ് ആയി കിട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷനും കൂടിയാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആയല്ലോ, അല്ലെ അങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ നമ്മൾ ചെയ്തല്ലോ, അല്ലെ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും ലൈഫും ഒരേപോലെ മിസറബിളാണ്. ഓക്കെ, ഒരാളുടെ ലൈഫിലും കണ്ടിന്യൂസ് ആയിട്ട് സന്തോഷം നിലനിന്ന ചരിത്രമേ ഇല്ല, സങ്കടം നിലനിന്ന ചരിത്രവും ഇല്ല. ഈ സന്തോഷം, സങ്കടം, പണം അല്ലെങ്കിൽ പണമില്ലായ്മ, ഇതൊക്കെ മാറി 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 വരും. അത് എങ്ങനെ പറയണ്ടേ, ഈ അലകൾ പോലെ. അല്ലെങ്കിൽ നമ്മളുടെ ECG റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ കയറി ഇറങ്ങി എല്ലാവരുടെയും ലൈഫിൽ. നിങ്ങൾ ചിലപ്പോൾ പുറത്ത് കാണാത്തത് എന്താണെന്ന് വെച്ചാൽ അവർ പറയാത്തത് കൊണ്ടാണ്, അല്ലെ അവരെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയൊക്കെയുണ്ട്. അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് നാളെ അല്ലെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എന്താണുള്ളതെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. പക്ഷെ എന്ന് വെച്ച് നമ്മുടെ മക്കൾക്ക് അഡ്വൈസ് ചെയ്തിരുന്നോ ചെയ്യരുതെന്നോ അല്ലെ അവർക്ക് പറഞ്ഞു കൊടുക്കരുതെന്നോ ഒന്നുമല്ല. നമ്മൾ പറയാനുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വിട്ടേക്കണം. അവർക്ക് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് ആവശ്യമില്ലാതെ വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഹസ്ബൻഡാണ് വൈഫ്, ഹസ്ബൻഡും വൈഫും ആണെന്ന് വെച്ചിട്ട് രണ്ടുപേർക്കും ഒരു ജീവിതം, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. രണ്ടുപേരുടെ ജീവിതവും രണ്ടാണ്. അതൊരു വേറൊരു ഇൻഡിവിജ്വലാണ്, നമ്മൾ വേറൊരു ആളാണ്. അപ്പോൾ രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സ് വേറെയാണ്, രണ്ടാളുകളുടെ മക്കളാണ്. പക്ഷെ നമ്മൾ ഒന്നിച്ച് ടുഗെദറായിട്ട് ജീവിച്ചു പോകുന്നു ഈ ലോകത്ത്. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയും ബ്രദേഴ്സിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും നെയ്ബേഴ്സിൻ്റെ കൂടെയും കുട്ടികളുടെ കൂടെയും ഒക്കെ ജീവിക്കുന്ന ഈക്വലാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അറ്റ് ലാസ്റ്റ് എന്താണ് പോയിന്റ്, ഓവർ എക്സ്പെക്റ്റേഷനാണ്, ഓവർ പ്രതീക്ഷ. ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഹസ്ബൻഡ്, ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഹസ്ബൻഡ്, വൈഫ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പ്രശ്നം. നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട, നമ്മളായിട്ടങ്ങ് ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ മറ്റൊരാളെ അവരായിട്ടങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഉറങ്ങാതിരുന്നിട്ട് കണ്ണിനടിയിൽ കറുപ്പൊക്കെ വരുത്തി വെച്ചിട്ട് നമ്മളുടെ മുഖം നമ്മൾ തന്നെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്ന പോലെ ആക്കണ്ട. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോറിലുള്ള ഐലാഷസ് ജെല്ലൊക്കെ വാങ്ങിച്ചിട്ട് നോക്കൂ, നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടും, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ആ യോഗ ഒന്ന് ചെയ്ത് നോക്കൂ, പ്രാണായാമത്തിലുള്ള ആ യോഗ ഒന്ന് ചെയ്ത് നോക്കൂ, എല്ലാം നല്ലതാണ്. അതുപോലെ ഇന്ന് നമ്മൾ കണ്ട സ്കിൻ കെയർ, അതായത് ഗ്ലാസ് സ്കിന്നിനുള്ള കെയർ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മഴക്കാലത്ത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനമാണ്. ഇനി ലൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആ ലൈമിൻ്റെ ട്രീയുടെ ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക്, ഓറഞ്ചിൻ്റെ തോലാണെങ്കിലും ഓക്കെ, ലെമണിൻ്റെ ഇലയില്ലേ, ചെറിയ തളിരില, അതാണെങ്കിലും ഓക്കെയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പേരയുടെ ഇലയാണെങ്കിലും ബെസ്റ്റാണ്. ബട്ട് ലൈമാണ് ദ ബെസ്റ്റ്. ഓക്കെ, ലെമൺ, ഓക്കെ, ലെമണിൻ്റെ ക്വാർട്ടർ പാർട്ട്
ഓക്കെ, അപ്പോൾ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനായിട്ട്. എങ്കിലും ഞാൻ നിങ്ങളെ മിസ് ചെയ്യാൻ റെഡിയല്ലാത്തത് കൊണ്ടാണ് വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻറ്റുമായി വരുന്നിടം വരെ ടേക്ക് കെയർ.